നമസ്കാരം, എന്തൊക്കെയുണ്ട്? വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കിയായിരുന്നു. പെട്ടെന്ന് ഓർത്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വീഡിയോയിലേക്ക് പോകട്ടോ. ഓക്കെ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒനിയൻ, ഒരു മീഡിയം സൈസിലുള്ള ഒനിയൻ എടുക്കുക. പിന്നെ ഗ്രീൻ ചില്ലി, പച്ചമുളക്, നമുക്ക് ആവശ്യമുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ വെളുത്തുള്ളി ഒരു 4-5 ഇതെടുക്കുക, പോറ്റ് എടുക്കുക. പിന്നെ ക്യാരറ്റ്, നമ്മുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ്, എൻ്റെ കയ്യിലൊരു ചുവപ്പ് ക്യാരറ്റും മഞ്ഞ ക്യാരറ്റൊക്കെ ഉള്ളത് കൊണ്ട് അത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു. ചപ്പാത്തി നമുക്ക് ലെഫ്റ്റ് ഓവർ ഉള്ളതോ ആയാലും, ഞാനിപ്പോൾ കുറച്ച് ഫ്രോസൺ ഫ്രിഡ്ജിൽ വെക്കാവുന്ന ചപ്പാത്തി റെഡിമെയ്ഡ് വാങ്ങാറുണ്ട്. അപ്പോൾ അത് കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 ചപ്പാത്തിയാണ് എടുത്ത്. അത് 3, 4, 5 ഓരോരുത്തരുടെ കഴിക്കുന്നതിനനുസരിച്ചിട്ട് മാറ്റാം. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടു. അപ്പോൾ ആദ്യം തന്നെ വെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ഈ സവോളയും പച്ചമുളകും ഗാർലിക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി, നല്ലോണം ഒന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ഇതായി വരുമ്പോൾ, ചൂടായി സോട്ടായി വരുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടു. ഈ മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഇടണമെന്ന് ആവശ്യമൊന്നുമില്ല കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഞാനതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി, ഒരു കാശ്മീർ ചില്ലി പൗഡർ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ നീളത്തിലരിഞ്ഞ ക്യാരറ്റ്, അത് മഞ്ഞ ക്യാരറ്റും ചുവപ്പ് ക്യാരറ്റും ഉണ്ടായിരുന്നു, അതിട്ടു. അതിന് മുന്നേ തക്കാളി ഇടണമായിരുന്നു. ഞാൻ ആദ്യം ഇടാൻ മറന്നു. തക്കാളി എപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. തക്കാളി വളരെ കുറച്ചിട്ടാൽ മതി, കൂടുതലായി അത് സോഗയായി പോവും. ഇതാവുമ്പോൾ ഒരു തക്കാളിയുടെ ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ തക്കാളി ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതെല്ലാം ഇട്ട് ഒന്ന് ചൂടാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. മൂടി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് മൂടി വെച്ചാൽ മതി. അപ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും. നല്ലപോലെ കനം കുറച്ചരിയുന്നതുകൊണ്ട് പെട്ടെന്ന് വേവും. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം കേട്ടോ. കാബേജ് എടുക്കാം, ഇതുപോലെ തന്നെ നീളത്തിലരിയാം, എല്ലാം എന്ത് വേണമെങ്കിലും ഇടാം. ബ്രോക്കലി ഇടാം, കോളിഫ്ലവർ ഇടാം, ഏതൊക്കെ വേണമെങ്കിലും ഇടാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇതിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എല്ലാവരും പിഞ്ച് ഇട്ടിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാനൊരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഉപ്പിട്ടിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ടു. അത് നന്നായി ഇളക്കി ഒരുമിച്ച് നന്നായി സോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഈ മുട്ടയൊന്ന് ഒരുമാതിരി ആയി വരുമ്പോൾ നമുക്ക് ചിക്കൻ എങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനും ഇടാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ഇതെല്ലാം ആഡ് ചെയ്ത് ടേസ്റ്റ് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ നൂഡിൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇടാമെന്ന് നമുക്കറിയാലോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ചപ്പാത്തി ഒരു കത്രിക എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നീളത്തിലുള്ള പീസാക്കി എടുക്കുക. അത് 2, 3, 4, 5, ഇതിപ്പോൾ ഞാൻ 3 എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചപ്പാത്തി ഇതുപോലെ ആക്കുക. അതെടുത്തിട്ട് നമ്മൾ ഒരു വെള്ളം സ്പ്രിങ്കിൾ ചെയ്യാന്ന് പറയും, കുറച്ച് മാത്രം തെളിക്കാം. കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് കുഴഞ്ഞു പോട്ടും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ കറക്റ്റ് പാകത്തിന് വരും. പിന്നെ അതിൽ നമ്മൾ ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഞാനിത്തിരി കെച്ചപ്പും പിന്നെ കുറച്ച് മയോണീസൊക്കെ ഇട്ടു, അല്ലെങ്കിൽ ഗാർലിക് സോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം. ഇതൊന്നും ആവശ്യമില്ല. ഇതില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റാണ്. സംഗതി അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ്ടായെന്ന് ഓർത്താൽ, ഞാൻ ഇതുണ്ടാക്കിയപ്പോൾ 3 ചപ്പാത്തിക്കാണ് ഉണ്ടാക്കിയത്. 3 ചപ്പാത്തിക്ക് സാധാരണ ഞങ്ങൾ 3 പേരെ കഴിക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാറ്. കാലത്ത് ഇത്തിരി ലേറ്റായിട്ട് അവർ പോയി. അപ്പോൾ ഒരാൾ വീട്ടിലിരുന്നിട്ട് തന്നെ കഴിക്കായിരുന്നു. നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പോൾ പിന്നെ കഴിച്ച് ഇരുന്നു. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, എന്നാൽ എനിക്ക് ഇത്തിരി കൂടി കൊടുത്തിട്ടോളാം പറഞ്ഞു. അപ്പോൾ 2 പേരും കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇല്ല കാര്യം ഉണ്ടാക്കാനായിട്ട്. ചപ്പാത്തി സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. തലേ ദിവസത്തെ ചപ്പാത്തി മതി നമുക്ക്. അല്ലെങ്കിൽ ഇതിൽ ഓൾറെഡി ഞാൻ ഫ്രോസൺ ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ക്യാരറ്റും ഒക്കെ അത് ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തിരി മടി. അപ്പോൾ നോക്കി ഇന്നലത്തെ ബീഫും കുറുക്കിയും ഇത്തിരി റോസ്റ്റ് ചെയ്തതിരിക്കുന്നുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ ഒഴിച്ച് ചപ്പാത്തിക്ക് ഇത്തിരി ഗ്രേവി ആവാൻ വേണ്ടി തേങ്ങാപ്പാലും കൂടി വെച്ചപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റായി. അതും നല്ല ടേസ്റ്റ്. അതൊരു അല ചപ്പാത്തി ഉണ്ട്. അപ്പോൾ 2 കൂടെ കഴിക്കാൻ എനിക്ക് രാവിലെ കഴിക്കാനൊരു അഹങ്കാരമില്ല. എനിക്ക് ചിക്കനും ചപ്പാത്തി ആയാലും അപ്പം ചിക്കൻ കറി ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ വെച്ചിരുന്നത് അങ്ങനെ ആവാണ്. പിന്നെ ഞാൻ ഈ കോഫി ഉണ്ടല്ലോ, കോഫി എന്ന് പറയുന്നത് ഞാനൊരു കോഫി
കോഫി ലവറാണ്. ഭയങ്കര ഇഷ്ടം കോഫി. ഒരു മോള് വിയറ്റ്നാമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-12 ദിവസം. അപ്പോൾ അവള് ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് കോഫി, പിന്നെ സോൾട്ട് കോഫി, കോക്കനട്ട് കോഫിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല സ്ട്രോങ് കോഫി ഉണ്ടാക്കുക കേട്ടോ. ഇതാണ് സോൾട്ട് കോഫി. അതിലൊരു 10-12 പീസ് ഉണ്ട്. ഇത് എഗ് കോഫിയാണ്. അത് വലിയ പാക്കറ്റ്, അതിലൊരു 5-6 പീസ് ഉണ്ട്. ഇത് കോക്കനട്ട് ഇൻസ്റ്റൻറ്റ് കോഫി. ഇതിലെനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സോൾട്ട് കോഫിയാണ്. ഇങ്ങനത്തെ കോഫിയിൽ ഇടാൻ നല്ലതായിരുന്നു. അതിൻ്റെ ഒരു ഹാഫ് ഭാഗം എടുത്തിടും. ഒരു പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു പകുതി ഭാഗം ഉണ്ടായിട്ട് അത് തനിയെ കഴിക്കുമ്പോൾ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും. പക്ഷെ ഒത്തൻറ്റിക്കായിട്ട് അവിടെ നിന്ന് വിയറ്റ്നാമിൽ നിന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പാക്കറ്റുകൾ ഓരോന്നും ബോക്സാക്കി വാങ്ങിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം നമ്മുടെ ഒറിജിനൽ കോഫിയിൽ നല്ല പാലിൽ കോഫി 3-4 സ്പൂൺ ഇടും. അതായത് ചെറിയ ടീസ്പൂൺ 3 ഇടും. ഫുൾ എനിക്ക് നല്ല ഡാർക്ക് വേണം. അങ്ങനെ അതും പിന്നെ പാലും പഞ്ചസാരയൊക്കെ അത്യാവശ്യം ഇടും. അതും ഇട്ടിട്ട് ഈ സാധനം ഒരു പാക്കറ്റിൻ്റെ ഒരു ഹാഫ് ഇടും. ഞാൻ സോൾട്ട് കോഫിയാണ് ഇതിലിടാൻ കൂടുതൽ രസം. അപ്പോൾ നമുക്ക് ശരിക്കും ഈ സ്റ്റാർബക്സിലൊക്കെ പോയി കാപ്പി കുടിക്കാം, അതിൻ്റെ മുന്നിലുള്ളൊരു സ്മെല്ല് വരും. അപ്പം ഞാൻ ഓർക്കും സ്റ്റാർബക്സിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ള ലെവലിലാണ് രാവിലെ. ഇപ്പോൾ ഇതുണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കോഫി. അപ്പം അങ്ങനെ ഇതുണ്ടാക്കിയത് ഒന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഉണ്ടാക്കാൻ എളുപ്പമാണ്. മറ്റേ തലേദിവസത്തെ ചപ്പാത്തി ഉണ്ടെങ്കിൽ അതൊന്ന് മറ്റേ കത്രിക വെച്ചിട്ട് ഇങ്ങനെ നൂഡിൽസ് നീളത്തിൽ ഞാൻ കണ്ടില്ലേ അതേപോലെ ഇതാക്കുക. പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. കാബേജ് ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ക്യാരറ്റ്, എൻ്റെ കയ്യിൽ മഞ്ഞയും ചുവപ്പൊക്കെ ഉണ്ടായിരുന്ന കാരണം കുറച്ചത് എടുത്തു. പിന്നെ വെറും മുളക് പൊടിയും പച്ചമുളക് മാത്രം ഇട്ടിട്ടും മാഗി ക്യൂബ്സ് ഉണ്ടല്ലോ, അതും പച്ചമുളക് ഇട്ടിട്ടുണ്ടാക്കാം. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും പിന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ ഇടാം. പിന്നെ ഇതിനകത്ത് ഞാൻ കെച്ചപ്പും പിന്നെ അങ്ങനെയുള്ള കുറച്ച് മറ്റേ സോസും ഗാർലിക് സോസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. മയോണൈസ് ഉണ്ടായിരുന്നു, അത് കുറച്ചിട്ടു. ഇതൊന്നും ഇടാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ കുറച്ചുകൂടി ഒരു ദിവസമൊക്കെ അങ്ങനെ കഴിക്കാമെന്ന് ഓർത്തിട്ട് അത് ഉണ്ടാക്കിയതാണ്. ഇതൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഇഷ്ടം പോലെ ചെയ്ത് മതി. പിന്നെ മുളക് പൊടി ഞാനൊരു സ്വല്പം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടമുള്ളവർക്ക് അത് ഇടണമെന്നൊന്നുമില്ല. മുളക് പൊടി മാത്രം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഗാർലിക്ക് വേറെ ഇട്ട് അതൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ അതിന് ഇഷ്ടം പോലെ ചെയ്യും. സംഗതി ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. 5 മിനിറ്റ് മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ മാക്സിമം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. എനിക്ക് ചിലതൊക്കെ ഒരുപാട് വ്യൂസൊക്കെ വരുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് മാത്രം നടക്കുന്നില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വല്ല വിഷയം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇടാൻ നോക്കാം. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ.